അങ്ങനെ എന്റെ അനുജത്തി ഒരു കോടീശ്വരിയായി. ഇനി നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തണം. എല്ലാവർക്കും സന്തോഷമായി. ഫാമിലി നിങ്ങളെല്ലാവരും കണ്ടല്ലേ? ഓ കല്യാണത്തിന് പോയില്ലേ? വിളിച്ചില്ല, വിളിക്കാതെ ചെന്ന തല്ലെന്നും പറഞ്ഞു. അയ്യോ, എന്നെ ഒഴിവാക്കുകയാണോ? എനിക്ക് അസൂയ. എന്താവശ്യം? കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. വലിയ വീട് കണ്ടിട്ടാണല്ലേ, എഡ്യൂക്കേഷൻ കണ്ടിട്ടാണ്, സൗന്ദര്യം കണ്ടിട്ടാണ്. എടോ പലർക്കും പല രീതിയിലാവും അല്ലേ. നിനക്കും അസൂയില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഇപ്പൊ പൃഥ്വിരാജ് കോടികളുടെ സിനിമ ഇറക്കുന്നുണ്ട്. എനിക്ക് അയച്ചിട്ട് പൃഥ്വിരാജിന് ഇഷ്ടമല്ലാതെ ആവോ? ഞാൻ ഭയങ്കര പരാജയമായിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആ ടൈമത്തെ ലൈഫ് വെച്ച് നോക്കുമ്പോ ഞങ്ങളിപ്പോ സ്വർഗത്തില. എനിക്ക് തോന്നണില്ല. ഞങ്ങളുടെ എഫേർട്ട് തന്നെയാണ്. വേറെ ഒരാളെ കയ്യിൽ നിന്നൊന്നും വാങ്ങിയിട്ടും ഇല്ല, ഒന്നും കൊണ്ടുപോയിട്ടും അല്ല ഞങ്ങൾ ചെയ്തത്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഇപ്പൊ പറച്ചിലൂടെ ഫുള്ള് ഞങ്ങളുടെ കുറ്റങ്ങള്. ഞങ്ങൾക്ക് അസൂയാണ്, ഞങ്ങക്ക് ഒരു തേങ്ങയില്ല. ആദ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ. നീ ഭയങ്കര സാധനമാണ്. എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. ഉറപ്പാണ് സാർ. ഈ ഒരു ചാറ്റ് നിങ്ങൾ സൈഡിൽ കാണുന്നത് ചെറുതായിട്ട് ബ്ലർ ചെയ്തിട്ടുണ്ട്. കാരണം അത് മറ്റൊരാളുടെ പേഴ്സണലാണ്. ഇത് പുറത്ത് വിട്ടത് കുട്ടിയുടെ ചേച്ചി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ മനസ്സാവാച കർണാടക അറിയാത്ത കാര്യമാണ്. അത് പബ്ലിക്കിലേക്ക് എടുത്ത് വിടുന്നത് അത് എത്രമാത്രം അപഹാസ്യകരമായ കാര്യമാണ്. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഞാനൊരു ചേച്ചി എന്നുള്ളതല്ലേലും പിന്നെ ഞാൻ ഇപ്പൊ ഫാമിലി ആയിട്ട് നല്ല കുഴപ്പമില്ല, നല്ല സ്നേഹത്തോടെ പോകുമ്പോ നമ്മൾ സ്നേഹത്തോടെ നിൽക്കുന്നവരോട് നമ്മൾ ഒരു കാര്യം മറച്ചെങ്കിൽ ശരിയല്ല. അവരെ ബാധിക്കുന്ന കേസ് മറച്ചെങ്കിൽ ശരിയല്ല. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. എന്തിനാ നമ്മൾ പേടിക്കണം? നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ടതല്ല. നിങ്ങളോട് വിളിപ്പൊടുവിനുണ്ണി കൃഷ്ണൻ, ഞാൻ തീറ്റ